ഹരേ കൃഷ്ണ. നിങ്ങൾ കൃഷ്ണഭക്തരാണോ? അതെ, നിങ്ങൾ കൃഷ്ണഭക്തരാണ്. അതെങ്ങനെ മനസ്സിലായി എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക, അല്ലേ? അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. കാരണം കൃഷ്ണൻ്റെ പേര് തംബ്നെയിലിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ആകാംക്ഷയോടെ വീഡിയോ ഓപ്പൺ ചെയ്തില്ലേ? കൃഷ്ണനെ സ്നേഹിക്കുന്നവർ മാത്രമേ തംബ്നെയിലിൽ കൃഷ്ണൻ്റെ പേരോ ഫോട്ടോയോ ഒക്കെ കാണുമ്പോൾ ആ വീഡിയോ ഓപ്പൺ ആക്കൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ കൃഷ്ണനെ വളരെയേറെ സ്നേഹിക്കുന്നവരാണ്. കൃഷ്ണഭക്തർക്ക് ധാരാളം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ? ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം കൃഷ്ണനെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കില്ല. അത്രമാത്രം നിങ്ങൾ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നു. ഇനി ആ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃഷ്ണൻ, കണ്ണൻ, മധുസൂദനൻ, ശ്യാമസുന്ദരൻ ഇങ്ങനെയൊക്കെയുള്ള പേര് കേൾക്കുമ്പോഴൊക്കെ മനസ്സിനകത്തൊരു സന്തോഷം തോന്നാറില്ലേ? അതേപോലെ ഭഗവാനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പാട്ട് കേൾക്കുവാനും പ്രഭാഷണം കേൾക്കാനുമൊക്കെ മനസ്സ് വെമ്പൽ കൊള്ളാറില്ലേ? കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷ തോന്നാറില്ലേ? അതേപോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കൃഷ്ണനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കണ്ടാൽ വീണ്ടും സ്ക്രോൾ ചെയ്ത് കാണാറുണ്ടോ? ഇനി നിങ്ങൾ കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തന്നെ ജോലിയിലായിക്കോട്ടെ, അപ്പോഴൊക്കെ മൊബൈലിൽ ഭഗവാനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കേൾക്കാറുണ്ടോ? ആരെങ്കിലും ഭഗവത് കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാൻ തോന്നാറുണ്ടോ? ഭഗവത് കഥയോ അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ കരയാറുണ്ടോ? ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവരോട് ദേഷ്യം തോന്നാറുണ്ടോ? അവരോട് ഭഗവാൻ ഉണ്ടെന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി അത് ഭഗവാനാണെന്നും പറഞ്ഞ് തർക്കിക്കാൻ തോന്നാറുണ്ടോ? ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കണമെന്നും ആ അന്തരീക്ഷത്തിൽ എല്ലാം മറന്നിരിക്കണമെന്നും തോന്നിയിട്ടുണ്ടോ? അതുപോലെ വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഓടിക്കളിച്ച മണ്ണ് കയ്യിലെടുക്കണമെന്നും പറ്റുമെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ കൃഷ്ണൻ്റെ കുഞ്ഞിളം കാൽ പതിഞ്ഞ ആ മണ്ണ് ഒന്ന് സ്പർശിക്കണമെന്നും ഒന്ന് കിടന്ന് ഉരുളണമെന്നുമൊക്കെ തോന്നിയിട്ടുണ്ടോ? കൃഷ്ണനെ വളരെയേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യവും മടുപ്പും ഒക്കെ കാണിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും ദേഷ്യമോ വാശിയോ ഒന്നും കാണിക്കുകയില്ല. അവരോട് പകരം വീട്ടാൻ തോന്നുകയുമില്ല. ആദ്യമൊക്കെ ചെറിയ കാര്യം പോലും വലുതായി കണ്ടിരുന്ന നിങ്ങൾ കൃഷ്ണനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര നിസ്സാര കാര്യങ്ങൾക്കാണ് മറ്റുള്ളവരോട് ദേഷ്യമൊക്കെ പെട്ടിരുന്നത് എന്ന്. ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടവും കരച്ചിലും പരാതി പറച്ചിലും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആരെന്തു പറഞ്ഞാലും അതെല്ലാം വളരെ നിസ്സാരമായി മാത്രമേ തോന്നുകയുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ളവരെയൊക്കെ അകറ്റി നിർത്താനും നിങ്ങൾ പഠിക്കും. ഇങ്ങനെ കാലുഷ്യമുള്ള സന്ദർഭങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയും ഇനി ആരെങ്കിലും പ്രശ്നങ്ങൾക്കായി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരൊക്കെ വളരെ ശാന്തമായി തിരിച്ചു പോകുന്നതും കാണാനാവും. നിങ്ങൾ ഒന്നിനും പ്രതികരിച്ച് പ്രശ്നം വഷളാക്കില്ല. നിങ്ങളെ വെറുക്കുന്നവർ പോലും നിങ്ങളുടെ മിത്രമായി മാറിയിട്ടുണ്ടാവും. അതാണ് കൃഷ്ണൻ്റെ മാജിക്ക്. കൃഷ്ണനെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ധാരാളം ഗുണങ്ങളാണ് ഇതൊക്കെ. ശാരീരികമായും ധാരാളം മാറ്റങ്ങളുണ്ടാവും. അലസത, മടി, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അസുഖങ്ങൾ ഇവയൊന്നും ഉണ്ടാവില്ല. പിന്നെ കൃഷ്ണഭക്തർക്ക് വളരെ തേജസ്സാർന്ന മുഖമായിരിക്കും. വലിയ ഐശ്വര്യമായിരിക്കും അവരുടെ മുഖത്തിന്. എപ്പോഴും ഉന്മേഷത്തോടെയായിരിക്കും അവർ എല്ലാവരോടും ഇടപെടുക. കൃഷ്ണനെ വളരെ കുറച്ച് സ്നേഹിക്കുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ മാറ്റം വരുമെങ്കിൽ കൂടുതൽ അടുക്കുന്നവർക്ക് എത്രമാത്രം സന്തോഷം അനുഭവിക്കാനാവും, അല്ലേ? ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.